ചിമ്മിനി ഹോബും ഇത് പലരുടെയും വീടുകളിൽ ഒരു അലങ്കാരമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ യൂസേജ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സാധാ നമുക്ക് ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു വെച്ചാൽ പോലെ, അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് മോഡുലർ കിച്ചൺ ഇല്ലാത്ത വീടുകളില്ല. മോഡുലർ കിച്ചണിന്റെ ഒരു ഭാഗമായിട്ട് ചിമ്മിനിയും ഹോബും മാറിയേക്കാണ്. ഇത് പലർക്കും ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ ശരിയായ ഉപയോഗം എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അതിന്റെ ഒരു ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് കിച്ചൺ ഹോബിന്ന് തന്നെ തുടങ്ങാം. ഇത് അടിപൊളി എനർജി സേവർ ആണ്. സാധാരണ നമ്മുടെ ഗ്യാസ് LPG ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആണ് അതിന്റെ ബർണറിലേക്ക് അതിന്റെ ഗ്യാസ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് നമുക്കൊരു എനർജി സേവർ ആണെന്ന് പറഞ്ഞ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിസ്റ്റം ഉണ്ട്. അത് ഏത് ബർണറിലേക്ക് എത്രയാണോ ഗ്യാസ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ ഇത് സ്പ്രേ ചെയ്യുന്നുള്ളൂ. അത് ഓരോ ബർണറിലേക്കും അതനുസരിച്ചുള്ള സ്പ്രേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബേണേഴ്സിനുണ്ട് പ്രത്യേകത. നമ്മുടെ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ തീ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മുടെ ഇന്ത്യൻ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഒത്തിരി തീ നമുക്ക് നഷ്ടപ്പെടാം, അതായത് ഒത്തിരി സ്പ്രെഡ് ആയിട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇതൊരു യൂറോപ്യൻ ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ നിന്നാണ് ഇതിന്റെ ഹോൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മുടെ പാത്രത്തിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് തന്നെയായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഗ്യാസിന്റെ കൺസംപ്ഷൻ വളരെ കുറയ്ക്കാൻ പറ്റും. അത് തന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. 3 മുതൽ 5 ബർണർ വരെ വരുന്ന ഹോബ്സ് ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഐഡിയലി നമ്മളൊരു 3 ബർണറിന്റെ മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഹീറ്റിന് പോകാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. 5 എണ്ണം വെച്ച് കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന പാത്രങ്ങൾ വലിയ പാത്രങ്ങളാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചൂട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ടഫ്ലോൺ ഗ്ലാസ് ആണ്. ടഫ്ലോൺ ഗ്ലാസ് പൊട്ടൂല്ല എന്നല്ല നമ്മൾ പറയുന്നത്, ഇത് പൊട്ടും. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 പാത്രങ്ങളൊക്കെ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് അതിന്റെ ചൂടിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ ആ ചൂട് വന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ടഫ്ലോൺ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ബർണേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ബ്രാസിന്റെ തന്നെ ബർണർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കുക്ക് എന്നൊക്കെ പറഞ്ഞാൽ സ്ലോ കുക്കിംഗ് ആണ്. നമ്മൾ ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചിട്ട് ചെയ്യുന്ന കുക്കിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രാസ് അവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാസ് എന്ന് വെച്ചാൽ പതുക്കെ ചൂടാവുകയും അതുപോലെ തന്നെ ചൂട് ഒത്തിരി നേരം നിൽക്കുകയും ചെയ്യുന്ന ഒരു മെറ്റലാണ് ബ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കുക്കിനൊക്കെ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ബ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അപ്പം നമ്മുടെ കണ്ടോ ഈ ഇതിന്റെ ബർണറിന്റെ ഹോൾസ് ഒക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനർജി നമുക്ക് അത്രത്തോളം സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളൊരു മോഡൽ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് നമ്മുടെ ചിമ്മിനിയും ഹോബും പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലതിൻ്റെയും ഡയമെൻഷൻസ് വ്യത്യാസമുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ ടോപ്പ് അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ട് ചെല്ലുന്ന സമയത്ത് അതിനകത്ത് സ്യൂട്ട് ആവണം എന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ പലതിൻ്റെയും സൈസ് എന്ന് വെച്ചാൽ ഡയമെൻഷൻസ് പലതും പല ടൈപ്പിലുള്ള ഡയമെൻഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പോയി പർച്ചേസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിയിട്ട് പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ചിലപ്പോൾ അതിന് വരുന്ന കോസ്റ്റ് ഒക്കെ നമ്മളത് നോക്കേണ്ടി വരും. അപ്പോൾ ഹോബ് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ചിമ്മിനിയും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെ ഓൺ ചെയ്തിടാൻ നോക്കുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാഡ് സ്മെൽസ് അതുപോലെ തന്നെ പുകയൊക്കെ സക്ഷൻ ചെയ്യുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ സക്ഷൻ പവർ നമ്മൾ മിനിമം ഒരു 1000 സക്ഷൻ പവറെങ്കിലും ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സക്ഷൻ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന എണ്ണമയമൊക്കെ നമുക്ക് ഭിത്തിയിൽ, അതായത് വാളിൽ പിടിച്ചിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡസ്റ്റ് വരുന്നതൊക്കെ നമ്മൾ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ കണ്ടോ വളരെ ഈസിയാണ്. ഇതൊക്കെ നമുക്ക് എടുത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നമുക്ക് അതേപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാനും പറ്റും. ജസ്റ്റ് ആ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ചിമ്മിനി വെക്കുന്ന ഭാഗത്ത് ഒരിക്കലും വിൻഡോ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ വിൻഡോ ഉണ്ടെങ്കിൽ നമ്മളത് കവർ ചെയ്ത് കളയണം. കവർ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ സെക്ഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചിമ്മിനി ഹോബും പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈസ് നോക്കേണ്ടി വരും. ചിമ്മിനിക്ക് വരുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഇതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഹോബ് വരുമ്പോൾ അതിലും കുറച്ച് ചെറിയ സൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതാണ് നമ്മൾ കറക്റ്റ് സക്ഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു 3 മോഡലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒന്ന് T ടൈപ്പ് ഉണ്ട്,
പിന്നെ ഒന്ന് സ്ലാൻഡിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടിയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ടച്ച് സെൻസറാണ്, ടച്ചും അതേപോലെ തന്നെ വേവുമാണ്. ഇതിനകത്ത് നമുക്കൊരു 3 സ്പീഡ് വരെ അഡ്ജസ്റ്റ് ചെയ്യാം. പലതും ഒത്തിരി സ്പീഡ്സ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് 9 സ്പീഡ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തായാലും എല്ലാം സെൻസറിങ് ആണ്. ടച്ചും വേവും നമുക്ക് ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഇതിന്റെ സെക്ഷന്റെ പവറിന്റെ കേസ് പറഞ്ഞിരുന്നത്, ഇതിപ്പോ നമ്മൾ 9 വരെ സ്പീഡാണ് ഇതിന്റെ പവർ സെക്ഷന് വരുന്നത്. അതിപ്പോ നമ്മൾ 8 കണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ പവർ കണ്ടതേ, പവർ പേപ്പർ വരെ കയറിയിരിക്കുന്നതാണ്. ജസ്റ്റ് നല്ല സക്കിങ് പവർ, നല്ല അടിപൊളി പവറാണ് കണ്ടോ. അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത്, ഈ ചിമ്മിനിയുടെ സൈസ് വരുന്നത് ഒരു 90 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഈ ഹോബിന്റെ സൈസ് വരുന്നത് ഒരു 78 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിന്റെ കോംബോ ഓഫർ നടക്കുന്നുണ്ട്. ഇതിന്റെ ക്രോംപ്റ്റണും ഹിൻഡ് വെയറൊക്കെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. 26,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോംബോ ഓഫർ സ്വന്തമാക്കാം, അതായത് ചിമ്മിനി ഹോബും സ്വന്തമാക്കാം. അപ്പൊ നമ്മുടെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ വരുന്നത് നമ്മുടെ പതിയാറ ബിൽഡ് വെയർ, നോർത്ത് പറവൂരുള്ള പതിയാറ ബിൽഡ് വെയറിലാണ്.